ലവേഴ്സ് ലൈനിലൊന്നും അല്ല. പിന്നെ അച്ഛൻ കാരണവരെ മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ പേര് ജോസി എബ്രഹാം, ഇതെൻ്റെ വൈഫ് മേരി എബ്രഹാം, മോളി ആൻറ്റി എന്ന് അറിയപ്പെടും ഇവിടെ. ഞാൻ CMS കോളേജിൽ നിന്ന് 1965 ഗ്രാജുവേറ്റ് ചെയ്തതാണ്. കൊമേഴ്സ് BComൻ്റെ ആദ്യത്തെ ബാച്ചാണ് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്കാണ് CMS കോളേജിൽ. എൻ്റെ ഫാദർ ഇപ്പം റോണി പറഞ്ഞതുപോലെ CMS കോളേജ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അങ്ങനെ കോട്ടയത്തായിരുന്നു ഞങ്ങൾ കൂടുകുളഞ്ഞക്കാരാണെങ്കിലും കോട്ടയത്തായിരുന്നു എൻ്റെ ജീവിതം മുഴുവനും. ചെറിയാങ്കുഞ്ഞിൻ്റെ വർക്ക്ഷോപ്പ് വളരെ അറിയാമായിരുന്നു, ഞങ്ങൾക്ക് വളരെ അടുത്ത ഫാമിലിയായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലേ അറിയാവുന്നതാണ്. CMS കോളേജായിരുന്നു ഞാൻ വളരെ എൻജോയ് ചെയ്തതാണ്. കൊമേഴ്സ് പഠിച്ചത് അവിടെയാണ്. അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ ഇതാണ്. എൻ്റെ സിസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വളരെ പേടിയായിരുന്നു ലവേഴ്സ് കഴിഞ്ഞ് പോകാൻ. അങ്ങനത്തെ യാതൊരു ഇതിലോട്ട് ഞാൻ താഴോട്ട് പോയാലാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ ഒരു വീരകൃത്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് വലിയൊരു സമരമുണ്ടായിരുന്നു. ഹിന്ദി വേണ്ട എന്ന് പറഞ്ഞ് വലിയൊരു സമരം. അന്ന് എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഹിന്ദി വേണ്ട എന്ന് പറഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിന് എതിരായിട്ട് സത്യാഗ്രഹം ഇരിക്കാനായിട്ട് കോളേജിൻ്റെ മുമ്പിൽ ഞാനും പോയി സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്. അന്ന് എല്ലാവരും കൂടെ എന്നെ ചീത്ത പറയുന്നു. പക്ഷേ വീട്ടിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജ് ലൈഫ്. 3 സാറുമാരെ 2 പേരുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്. എബ്രഹാം സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി KK എബ്രഹാം സാർ. പിന്നെ ജോൺ സാർ ഉണ്ട്, ജോൺ സാർ. പിന്നെ എക്കണോമിക്സ് ഒക്കെ പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു, ആൻഡ്രൂ സാർ. ഓക്കെ, അവൻ 3 സാറിന് വളരെ നല്ല സാറുമാരായിരുന്നു. അവരുടെ പേരുകൾ മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ 1970 ഞാൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെയാണ് എൻ്റെ വൈഫിനെ ഞാൻ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലാതെ ലവേഴ്സ് ലൈനിലൊന്നും അല്ല. പുള്ളിക്കാരി ആ സമയത്ത് അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ okay, no. I was only 14. I was there for pre-degree first batch. So he would even have looked at me. Skirt and blouse would 100 pounds. So. Okay, anyway, what I was going to say was there in 64 to 66, pre-degree first year math, physics, chemistry, leave hostel. Most of the classes were in women's hall, like you said. There were only few classes outside. I was too young, so he pulled the valley comment. Another 64 ആമ്പിള്ളേർ വഴിയിലിരുന്ന് കമന്റ് അടിക്കും. ഓക്കെ, കമന്റ് അടിക്കും. എന്നിട്ട് ഇങ്ങനെ പേടിയാ കുഞ്ഞാ പോകുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ യൂമൊക്കെ കിട്ടും. പേരാരാന്ന് പറയത്തില്ല, ഒരു എഴുത്ത് വരും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇത് പറഞ്ഞ ആളാണ്, നമ്മളിവിടെ നോക്കാതെ പോകുന്നത്. അവിടെ ഇപ്പോഴും അതാരാന്ന് ഒരു പിടിയില്ല.
പാട്ട് എപ്പോഴും ഓർമ്മയുണ്ട്. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ചാപ്പലിൽ പോകുമായിരുന്നല്ലോ. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഒരു ദൂരേന്നൊരു പാട്ട് കേൾക്കാം, എവിടെയോ അങ്ങേ കുന്നേന്നും കണ്ട്. അതും ആ ചൂളമരത്തിന്റെ പാട്ട് നല്ല ഓർമ്മയാണ് എപ്പോഴും. വെരി വെരി പ്ലസന്റ്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ ലേഡീസ് ആണെങ്കിലും ആലീസ്, സന്തോഷ്, എൽസുബത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു മിനിറ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പോകാം. പിന്നെ നെക്സ്റ്റ് സാജൻ. എൻ്റെ പേര് ഒഫീഷ്യൽ നെയിം ചിറ്റു കുര്യൻ കോഴത്തിൽ. ഞാൻ കോട്ടയംകാരനാണ്. CMS കോളേജിൽ പഠിച്ച 2 വർഷമേ പഠിച്ചിട്ടുള്ളൂ. അധികം വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല. 2 വർഷം അവിടെ പഠിച്ചതിൽ വളരെ കുറച്ച് നാളെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. ഞങ്ങൾ വന്ന ബാച്ച് 70 വന്നു കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സമരം തുടങ്ങി. പ്രേംചന്ദ് സാറിൻ്റെ ഓർക്കുന്നുണ്ട്? പ്രേംചന്ദ് കെമിസ്ട്രി സാറിൻ്റെ പ്രൊമോഷൻ എന്തായിരുന്നു? സാറിനെ അസിസ്റ്റന്റ് പ്രൊഫസർ ആക്കാൻ ഏതാണ്ടിൻ്റെ ഒരു സമരം തുടങ്ങി. 6 മാസം പ്രേംചന്ദ് അല്ലല്ല, പ്രേംചന്ദ് കെമിസ്ട്രിയിൽ ഞങ്ങളെ കെമിസ്ട്രി പഠിപ്പിച്ച സഭ തന്നെയാണ്. ക്ലാസ്സൊക്കെ തുടങ്ങി ഒരു 3-4 മാസം കോളേജ് ക്ലാസ്സില്ലായിരുന്നു. MT സെമിനാരിൽ നിന്ന് പാസ്സായി പ്രീ ഡിഗ്രിക്ക് അവിടെ ചെന്നു. ഒരു മാസത്തോളം ക്ലാസ് നടന്നു. പിന്നെ ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ എന്നും വീട്ടിൽ നിന്ന് കോളേജിൽ പോകും. ഇതുപോലെ എന്താ കോഷൻ ഡെപ്പോസിറ്റ് പോലൊക്കെ എന്തെങ്കിലും മേടിക്കാനായിട്ട് പോയി അവിടെ കോളേജിൽ പോകും. ചൂളമരത്തിന്റെ ചുവട്ടിലിരിക്കും. വർത്താനമൊക്കെ പറഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് പോർഷൻ ഒന്നും കവർ ചെയ്തില്ല. 2 വർഷം പ്രീ ഡിഗ്രി പഠിച്ചു എന്നുള്ളതുണ്ട്. പിന്നെ വേറെ പല സംഭവങ്ങളുണ്ട്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലതാണ്. ബേസിക്കലി പുറത്തായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്. പിന്നെ ഞാൻ വേറെ സ്ഥലത്താണ് പഠിച്ചത്. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പിന്നെ ബാക്കി പഠിച്ചത്. ഷീ ഹാസ് മോർ ഇയേഴ്സ് ദെയർ. ഞങ്ങള് ടവേഴ്സിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങള് ബേക്കറിന് മുമ്പ് ഇവിടെ താഴോട്ട്, എൻ്റെ വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പം ക്ലാസ് കഴിഞ്ഞാൽ ബേക്കറിന് മുമ്പ് ഇവിടെ താഴോട്ട് പോകും. അല്ലെങ്കിൽ ശാസ്ത്രി റോഡിൽ കൂടെ പോയി റെയിൽവേ സ്റ്റേഷനകത്തൂടെ കയറി അപ്പുറത്ത് കിടക്കും. സ്റ്റേഷൻ്റെ പുറകിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ടവേഴ്സിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇപ്പൊ കുളിക്കാൻ പോകുന്ന ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ക്ലാസ്. ഇപ്പൊ പറഞ്ഞില്ലേ, ആ ബിൽഡിങ്ങിൽ ആയിരുന്നു ക്ലാസ്. അത് മിക്കവാറും എല്ലാം ബോയ്സ് ആയിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അവിടെ 2 വർഷത്തെ പരിചയം. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ മാർത്തോമാ സഭയുടെ ഇവിടുത്തെ ബിഷപ്പ്, നോർത്ത് അമേരിക്കൻ ഡയസിന്റെ ബിഷപ്പ് എബ്രഹാം പൗലോസ് എൻ്റെ ബാച്ച്മേറ്റ് ആണ്. പുള്ളി 3rd ഗ്രൂപ്പായിരുന്നു, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. പക്ഷെ ക്ലാസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ചൂളവരത്തിന്റെ വീട്ടിലിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മെയിൻ സഹപാഠികളിലൊന്നായിരുന്നു പുള്ളി. അതാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. MT സെമിനാറിലാണ് പുള്ളിയും പഠിച്ചിരുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. ഞാന് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ BSc കെമിസ്ട്രിക്ക് പോയി. മാത്ത് എടുക്കേണ്ടതുകൊണ്ട് എഞ്ചിനീയറിങ്ങിന് പോകാനായിട്ട് BSc കെമിസ്ട്രി ആയിരുന്നു 3 വർഷം. എനിക്ക് ഞാൻ ഇങ്ങനെ കുനിഞ്ഞ ആരോ പറഞ്ഞ പോലെ ഇങ്ങനെ കുനിഞ്ഞ മുളയേണ്ടി പറഞ്ഞ പോലെ ഈ CMS കോളേജിലോട്ട് കയറുമ്പോൾ ലെഫ്റ്റിലാണല്ലോ വിമൻസ് ഹാൾ. അവിടെയോട്ട് രാവിലെ വരും. പ്രീ ഡിഗ്രി ഒക്കെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് കെമിസ്ട്രിക്ക് വരുമ്പോഴും രാവിലെ അവിടെ വരുന്നത്. വന്നിട്ട് ഇങ്ങനെ കുഞ്ഞാ നടന്നു പോകുന്നു. അപ്പോഴീ ചോളമരത്തിൻ്റെ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ കേൾക്കാം. പക്ഷെ ക്ലാസ് ചെല്ലുമ്പോൾ ഡെസ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ സുവൻസോ ടെൻസ് സുവൻസോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കെമിസ്ട്രി അല്ലേ. അപ്പൊ ഇങ്ങനെ ഹെക്സഗണെല്ലാം വരച്ച് OH ഒക്കെ എഴുതുന്ന കൂട്ടത്തില് ഇവർക്ക് പിന്നെ ആ കൂടെ ഒരു സന്തോഷം. ഒരു കൊച്ചു ഉഴപ്പിയായിരുന്നു ഞാൻ. അപ്പൊ ഈ ക്ലാസ്സില് പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. സാറ് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ ആൻസർ അറിയാം. ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം പുളിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡെസ്കിൻ്റെ അടിയിൽ വെച്ചിട്ട്
സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് കുനിഞ്ഞിരുന്ന് കഴിക്കും. ഒരു പ്രാവശ്യം സാറ് പിടിച്ച് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് പഠിപ്പിച്ചോളാം പറഞ്ഞു. അതെന്തോയായിരുന്നു, ഇനോർഗാനിക് കെമിസ്ട്രി. എനിക്ക് ആ സമ്മാനം ഇഷ്ടമില്ലാത്തത്. ഞാൻ ഏതാണ്ടൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ ആ സാർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായിരുന്നു ആ സാർമാരോടുള്ള സ്നേഹം. അപ്പം ഞാൻ 2020 ഞങ്ങളുടെ ഒരു ക്ലാസ് റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കോട്ടയത്ത്. ടി തോമസ് സാർ ഉണ്ടായിരുന്നു. സാറ് പിന്നെയാണ് മരിച്ചു പോയത്. അപ്പം ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ സാറിനോട് പറഞ്ഞു, സാറ് ഞാൻ ഒത്തിരി ഉഴപ്പിട്ടൊക്കെയുണ്ട്, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പഠിക്കാൻ മണ്ടിയൊന്നും അല്ലായിരുന്നു, നല്ല ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻജിനീയറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഇവരെയൊക്കെ കണ്ടത് തന്നെ കേട്ടോ. ലവേഴ്സ് ലൈൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അന്നൊക്കെ വീട്ടിൽ നിന്ന് മിസ് ബേക്കറിലാണ് പഠിച്ചത്. അപ്പം ഗേൾസ് സ്കൂളല്ലേ. പിന്നെ 4 പെൺപിള്ളേരുടെ വീട്ടിൽ യംഗസ്റ്റ് ആയിരുന്നു. അപ്പം ഈ ഇങ്ങനെ സ്ട്രീം ലൈനായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ ഒരു സിനിമയ്ക്ക് പോലും വിടുകയില്ല. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അങ്ങ് ലവേഴ്സ് ലൈനൊന്നും പോകാൻ വീട്ടിൽ അറിഞ്ഞ പോയില്ല. അത് എനിക്ക് 2 എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഒന്ന്, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ അഡ്മിഷൻ ചെന്നപ്പോൾ എനിക്കൊരു സൽസ്വഭാവിയാണ്, ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ അഡ്മിഷൻ ചെന്നപ്പം അവിടെ പ്രിൻസിപ്പളിൻ്റെ റൂമാണ്, എൻ്റെ അടുത്ത റൂമാണ്. അവിടെ പാതൊക്കെ നിന്ന് പ്യൂൺ വന്ന ഓരോരുത്തരുടെ പേര് വിളിക്കും. പ്രീ ഡിഗ്രിയുടെ അഡ്മിഷനാണ്. അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കണം. പുളിക്കപ്പറമ്പിൽ അച്ഛനാണ് ഇതിൻ്റെ ചാർജ് അവിടെ ഇരിക്കുന്നു. അപ്പം പ്യൂൺ വന്ന് വിളിക്കും. പിള്ളേർ 1000-600 പേര് അവിടെ നിൽപ്പുണ്ട്. പ്രീ ഡിഗ്രി എത്ര പേരെന്ന് എല്ലാ ക്ലാസ്സിലും 80 പേര് വെച്ചുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ 3 ക്ലാസ്സുണ്ട്, അത് തന്നെ 240. അപ്പം പേര് വിളിക്കുന്ന പലരും കയറ്റുകയില്ല. അപ്പോൾ തോമസ് വർഗീസ് എന്ന് പറഞ്ഞാൽ തോമസ് വർഗീസ് കയറ്റുകയില്ല. പിന്നെ വെയിറ്റ് ചെയ്യുക, സമയം പോകുന്നു. എനിക്കാണെങ്കിൽ ധൃതി, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടി വീട്ടിൽ പോകട്ടെ. അപ്പം ഞാൻ ഈ തള്ളി ആളിൻ്റെ ഇടയിൽ എല്ലാം കണ്ട് ഈ ഡോറിൻ്റെ വാതിക്കെ ചെന്ന് പ്യൂൺ വന്ന തോമസ് ജോർജ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറയും, തോമസ് ജോർജ് സഹായം ആരെങ്കിലും കേൾക്കാനുണ്ട്. മേരി മാത്യു വിളിച്ചു. അപ്പം മേരി മാത്യു കേട്ടു. 2-3 ദിവസം വിളി കഴിഞ്ഞപ്പം പുളിക്കപ്പറമ്പിൽ അച്ഛൻ വന്ന് നീ എന്താ നിന്റെ പേര്, എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? എല്ലാം തുറന്നു. നീ പോയി എൻ്റെ അപ്പനെ വിളിച്ചതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. അതായത് പഠിക്കാൻ തുടങ്ങിയില്ല, അവിടെ ചെന്ന് കയറിയതേ ഉള്ളൂ. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് അപ്പനോട് പറഞ്ഞിങ്ങനെ ഇവിടെ ചെല്ലണം. അപ്പം പറഞ്ഞ് നീ ഇനി അങ്ങോട്ട് പോകണ്ട, നീ SP പോയി അഡ്മിഷൻ എടുക്കണം. എനിവേ അത് സീമസ് തന്നെ പോയി. രണ്ടാമത്തേത്, ഞാനവിടെ ഈ ലോങ് ഡിസ്റ്റൻസ് ഓട്ടത്തിനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ചെയ്തുവരുന്നു. സ്പോർട്സ് 500 മീറ്റർ, 5000 മീറ്റർ, 10000 മീറ്റർ ഞാൻ കുറച്ച് ഓടാനൊക്കെ തരും. പിന്നെ സൈക്കിൾ ചവിട്ടുന്ന ഒരു പ്രാവശ്യം സൈക്കിൾ 10,000 മീറ്റർ സൈക്കിൾ റേസ് കോമ്പറ്റീഷൻ പേര് കൊടുത്ത് സൈക്കിളില്ലായിരുന്നു. അന്നേരം സൈക്കിളിലെത്തി ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഐസ്റ്റിക്ക് വിൽക്കുന്ന ഒരാളുണ്ട്. ഈ വലിയ പഴയ ഒരു ചുരുമ്പ് പിടിച്ച സൈക്കിൾ, അതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ പെട്ടി, പഴയ കാലത്ത് ഐസ്റ്റിക്ക് എന്ന് പറയുന്നത് അത് പെട്ടി വെച്ച വരുന്നത്. എൻ്റെ പേര് ഗോപാലൻ, എൻ്റെ ക്ലാസ്മേറ്റാണ്. 4ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച പുള്ളി 5 വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതാണ് അവരുടെ ജോലി. അപ്പോൾ ഞങ്ങൾ ഈ ചൂണമരത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ തിരുവേനി ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ 5 പൈസ വന്ന ഐസ്റ്റിക്ക്, 5 പൈസ കൊടുത്ത ഐസ്റ്റിക്കൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഗോപാലൻ, നിന്റെ സൈക്കിളൊന്നും തരാമോ, ഈ സൈക്കിൾ അത് കിട്ടുമെന്നാണ് വിളിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഫോർമൽ നെയിം കിട്ടുമ്പോൾ അത് എൻ്റെ സ്റ്റാൻഡ് അടക്കാൻ പറ്റിയത്. അതിൻ്റെ പെട്ടി ഇരിക്കുന്ന പെട്ടി മാറ്റി തരാം, പക്ഷെ അതിൻ്റെ പ്ലാറ്റ്ഫോം പോലെ ഇത്രയുണ്ട്. ഞാനൊന്നും ഞാൻ അതും മേടിച്ചോണ്ട് സൈക്കിൾ ചവിട്ടാൻ പോയി. എല്ലാവരും പോവുക, കാരണം എല്ലാവരും നല്ല കറുത്ത ഹെർക്കുലീസ് സൈക്കിളൊക്കെ ഇതൊരു നിൽപ്പ് പിടിച്ച് ദാറ്റ് ഇസ് മൈ വൺ മെമ്മറി. താങ്ക് യു വെരി മച്ച്. പെട്ടെന്ന് നിർത്താമല്ലോ, അച്ഛനെ പോകാൻ അല്ലേ? അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ട് പോകും കേട്ടോ. ഒരു മിനിറ്റ്. മാറ്റി ചെറിയാനുണ്ട്. കടം
ഞാൻ CMS കോളേജിൽ പഠിച്ചത് 89-91 ബാച്ചിലെ MCOM-ആണ്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പ്രശസ്തമായ കോളേജുകളിൽ അഡ്മിഷൻ മേടിക്കണമെന്നൊക്കെ ഉള്ളത്. CMS, SBയിലോ ബസേലിയസോ ഒക്കെ. പക്ഷെ എന്തായാലും 10ന് അതിനൊക്കെ മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ മെറിറ്റിൽ എന്തായാലും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ CMSലൊന്നും അപേക്ഷ കൊടുത്തില്ല. കാരണം കിട്ടുകയില്ല. അതൊക്കെ അന്ന് കൂടുതൽ പറയും അവിടെയൊക്കെ കിട്ടണമെങ്കിൽ 400 മാർക്ക് വേണം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വേണം. അതില്ലാത്തതുകൊണ്ട് അതിനും അപേക്ഷ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് കുറഞ്ഞ മാർക്കുള്ളതായ കോളേജിൽ തന്നെയാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴും അത് തന്നെ ആഗ്രഹം, BComന് ഇതുപോലത്തെ ഒരു കോളേജിൽ പോകണം. അപ്പോഴും അത് ഇത്രയും മാർക്ക് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അപേക്ഷ കൊടുത്തില്ല. പഠിച്ചതായ കോളേജ് ഞാൻ പഠിച്ചത് നാട്ടകം ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം BCom കഴിഞ്ഞപ്പോൾ PGക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ 5 കോളേജിലാണ് അപേക്ഷ കൊടുത്തത്. പ്രശസ്തമായ കോളേജുകൾ തന്നെയാണ് CMS, SB, ബസേലിയോസ്, മാന്നാനം, KE. വീട്ടിൽ നിന്ന് പോയി വരാവുന്ന കോളേജുകൾ. ആദ്യമായിട്ട് പോസ്റ്റ് കാർഡ് വന്നത് CMS കോളേജ് മെറിറ്റിൽ. എനിക്ക് വന്ന 12 പേരിലാണ് 5-6 പേർക്കാണ് മെറിറ്റുള്ള അഡ്മിഷൻ. കിട്ടിയ ഉടനെ തന്നെ CMS കോളേജിൽ പോയി അഡ്മിഷൻ വാങ്ങിച്ചു. ആദ്യമായിട്ട് ഞാൻ ഈ ഫോം മേടിക്കാൻ CMS കോളേജ് ആദ്യമേ പോയതായിരുന്നു മുമ്പ്. അപ്പോൾ അവിടുത്തെ ആ ബിൽഡിങ്ങുകളുടെ ആ പ്രൗഢി ഒക്കെ നമ്മുടെ പേരിലൊക്കെ കിടക്കുന്നത്. അപ്പം അതിലൊക്കെ ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നപ്പോഴേ ഉടനെ പോയി CMS അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞ് പുറകെ മറ്റു കോളേജിലൊക്കെ ഇങ്ങനെ വന്നു. പക്ഷേ അഡ്മിഷൻ എടുത്തുകൊണ്ടൊന്നും മാറിയില്ല. പക്ഷേ CMS കയറി കഴിഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ടായെന്നെ ആഗ്രഹിച്ചു ബിൽഡിങ്ങും ആ അതൊക്കെ ആയിരുന്നു. പക്ഷേ സാറിനറിയാം, നമ്മുടെ ക്ലാസ് എന്നത് ഏറ്റവും അങ്ങേയറ്റത്തുള്ള സോഷ്യോളജിയോട് ചേർന്നുള്ള ആ ഒരു ബിൽഡിങ്ങിനാണ് കൊമേഴ്സ്. എന്തുകൊണ്ടോ കൊമേഴ്സുകാരെ ഏറ്റവും വടക്കേ അറ്റത്തോട് മാറ്റി അവിടെ ഇരുത്തിയത് എന്തെന്നറിയത്തില്ല. എന്തായാലും തൊട്ടടുത്തന്നെ സോഷ്യോളജി ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുക്കു സാറ്, എൻ്റെ വൈഫ് അവിടെ നിന്ന് ടീച്ചർ തൊട്ടപ്പുറത്തെ റൂമിൽ. CMS കോളേജിൽ വളരെ നല്ലൊരു അന്തരീക്ഷം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ചെന്നപ്പോൾ ഞാൻ ആദ്യം ഒരു തോന്നിയൊരു ഫീലിംഗ് എനിക്ക് തോന്നിയത് 12 പേര്, ഏകദേശം 9 പേരോ 8 പേരോ അവിടെ തന്നെ പഠിച്ചവരായിരുന്നു. BCom കഴിഞ്ഞവരാണ്. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ വെളിയിൽ നിന്ന് വന്നത്. ഒരു സന്തോഷ് നിലമ്പൂരിൽ നിന്ന് വന്നതാണ്. ഞാൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ഗിരീഷ്, പിന്നെ എനിക്കൊന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നൊരു എമിലി എന്നൊരു പെൺകുട്ടി. അപ്പോൾ 4 പേര്. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉള്ളവരായിരുന്നു. അപ്പോൾ അവരൊരു വേറൊരു ഗ്രൂപ്പ്. കാരണം അവിടെ തന്നെ പഠിച്ചവരാകുമ്പോൾ സൗഹൃദം അവർ കൂടുതലുണ്ട്. 5 വർഷം ഒന്നിച്ച് പഠിച്ചവർ 3 വർഷം. അപ്പോൾ ഞങ്ങൾ 1.5 വർഷം അവിടെ പഠിച്ചുള്ളൂ. പഠിപ്പിച്ച അധ്യാപകരെല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് ഞങ്ങളുടെ MComന്റെ ഫൈനലിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തൊരവസ്ഥയുണ്ട്. ഒരു സബ്ജക്റ്റിന് അധ്യാപകരില്ല. അപ്പം അന്ന് ഞങ്ങൾ കേട്ടൊരു പേരാണ് റോയ്സ് എന്നൊരാൾ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ കേട്ട് സാറ് തോന്നതിന് ശേഷമായിരിക്കും അവിടെ വന്നത്. അപ്പം അന്ന് കേട്ടൊരു പേരാണ് റോയ്. ഒരാൾ എവിടെയോ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അധ്യാപകരൊന്നും PhD-ക്കാരായ ഒരു അധ്യാപകർ നമ്മൾ കേട്ടിട്ടില്ല. എല്ലായിടത്തും MCom കഴിഞ്ഞ അധ്യാപകരുള്ള ഈ MPhilോ PhD ഒന്നും ആയിരുന്നില്ല. അപ്പം അന്ന് കേട്ടൊരു പേരാണ് PhD ചെയ്യുന്ന ഒരു അധ്യാപകൻ വരുമെന്ന് കേട്ടു. പക്ഷേ ഞാൻ കണ്ടില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ സാറ് വന്നത് ഞങ്ങൾ 91 മാർച്ചിൽ ഔട്ടായി. അപ്പം ഞങ്ങൾ പോയിട്ട് തൊട്ട് മുമ്പ് 1 മാസം മുമ്പ് ഒരു അധ്യാപകർ വന്നു, ജേക്കബ് തോമസ് സാറ്, തുരുത്തിക്കാട് BA കോളേജിൽ. ആ സാറ് ഒരു വർഷത്തെ കോഴ്സ് ഞങ്ങൾ 20 ദിവസം കൊണ്ട് എന്തൊക്കെയോ ഒന്ന് ഓടിച്ച് പഠിപ്പിച്ചു. അതാണ് CMS കോളേജിൽ. എന്തായാലും മറ്റേ ഞങ്ങളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് PM ആൻഡ്രൂ സാറായിരുന്നു. എന്ന് KK പ്രസാദ് സാർ തൊട്ട് മുമ്പ് റിട്ടയർ ചെയ്തു. KV ജോൺ സാർ ഞങ്ങളുടെ അക്കൗണ്ടൻസി അധ്യാപകർ. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ ടൈമിൽ വ്യത്യാസം ഞാൻ കണ്ടത്, അന്ന് ഒരു കോളേജ് ഈ കൊമേഴ്സ് എന്നുള്ളത് പഠിക്കാൻ കൂടുതൽ കുട്ടികളും ആൺകുട്ടികളും പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരും അധ്യാപകർ. ഒറ്റ ഒരു വനിതാ അധ്യാപികയും കൊമേഴ്സിൽ ഞാൻ എങ്ങും വന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഏതൊരു കോളേജിലെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനോട് താഴേക്ക് മുഴുവൻ വനിതാ അധ്യാപകർ. അന്ന് മുഴുവൻ ഈ എന്താണ് പുരുഷന്മാരുടെ ഒരു ആധിപത്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. കെമിസ്ട്രിയിലും ഇംഗ്ലീഷിലും മാത്സിലും ഒക്കെ ധാരാളം സ്ത്രീകളുണ്ടെങ്കിലും അന്ന് ഈ കൊമേഴ്സ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച നാട്ടകം കോളേജിലില്ലായിരുന്നു. അന്ന് എൻ്റെ കൂട്ടുകാർ പഠിക്കുന്ന ബസേലിയസ് കോളേജിൽ എങ്ങും ഇല്ലായിരുന്നു. എന്തായാലും CMS കോളേജിനെ പറ്റി നല്ല ഓർമ്മകൾ. ഇവിടെ ഒന്ന് വരാൻ പറ്റിയ സന്തോഷം. വൈഫ് റീന, പുള്ളിക്കാരി CMS കോളേജ് പഠിച്ചതാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമുള്ള വ്യത്യാസത്തിലാണ് പഠിച്ചത്. ഞാൻ ആലോചിക്കുകയാണ് എന്താ പറയുന്നതെന്ന്. ഞാൻ 10th വരെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി വിമൻസ് കോളേജിലാണ് പഠിച്ചത്. അതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നു, അവിടെയും ഗേൾസ് വിങ് തന്നെയായിരുന്നു. 10 സ്റ്റുഡൻസും ഞങ്ങൾ മൊത്തം ഗേൾസ് തന്നെയായിരുന്നു. ഞാൻ ഈ ലവേഴ്സ് ലൈനൊന്നും ഞങ്ങളെ കണ്ടിട്ടേ. പിന്നെന്താ പറയുക, സക്രിയമൻ സാറ് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ വീണ്ടും കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വന്ന് കാണാൻ സാധിച്ചു. വേറെ എന്താ പ്രത്യേകിച്ച് പറയാനില്ല.
എൻ്റെ പേര് ജാൻസി കെക്കൂഷ് എന്നാണ്. റോയ് സാറിൻ്റെ വൈഫ് കൃഷി വകുപ്പിൽ നിന്ന് അഡീഷണൽ ഡയറക്ടർ റിട്ടയർ ചെയ്തു. തുമ്പമൺ എലമത്തിട്ട് എന്ന് പറയും, അവിടെയാണ്. വരാറുണ്ടോ? ഇല്ല, ഇടയ്ക്ക് സാറ് വന്നിരുന്നു. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതെ. ഇല്ല, മെയ് 28 പോകും തിരിച്ച്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. അതെ അതെ അതെ. ോടൊപ്പം കോളേജിൽ പഠിപ്പിക്കാൻ എനിക്കും അവസരമുണ്ടായിരുന്നു. സീമസ് കോളേജിലെ ഒരു ചാപ്ലൈനായിട്ടാണ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ എല്ലാ ഞായറാഴ്ചയും ചാപ്പലിലെ സർവീസ്, എനിക്കൊന്നും ഇവിടെ ഡീകോസ്റ്റുള്ളവരെല്ലാം അച്ഛൻ്റെ ആ ചാപ്പൽ സർവീസ് ഞായറാഴ്ച 4 മണിക്കുള്ള സർവീസിൽ പങ്കെടുത്തതാണ്. അച്ഛനെക്കുറിച്ച് CMS കോളേജിനെ കുറിച്ച് പറഞ്ഞു. CMS കോളേജ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ക്യാപിറ്റേഷൻ ഫീസ് മേടിക്കാത്തൊരു കോളേജ് ആയിരുന്നു. അച്ഛൻ യാതൊരു വശാലും അച്ഛൻ്റെ സമയത്ത് ഈ കോളേജിലെ റോയ് സാറ് പറഞ്ഞതുപോലെ കോളേജിന് പൈസ ഇല്ല. കാര്യം വെച്ചാൽ സാറുമാർക്ക് സാലറി കൊടുക്കുമെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പൈസ ഇല്ല. അപ്പോൾ അവിടെ ആരോ പറഞ്ഞു, പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ നമുക്ക് കൂടാം, പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ വഴി നമുക്ക് പൈസ വാങ്ങിക്കാം. അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം ഒരൊറ്റ പൈസ ഇവിടെ മേടിച്ചില്ല. ആ അച്ഛൻ റിട്ടയർ ചെയ്യുന്നവർ ഒരു പൈസ പോലും മേടിച്ചില്ല. അച്ഛൻ ചില വാല്യൂസ് ഉണ്ട്. CMS കോളേജിന് പൈസ വാങ്ങിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അച്ഛൻ മറ്റു രീതിയിൽ അച്ഛൻ ആ കാര്യങ്ങളെല്ലാം അച്ഛൻ പ്രിൻസിപ്പളായിരുന്നു. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് സകല ഞാനത് ഓർക്കുന്നുണ്ട്. അച്ഛനൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ആസ്പത്രി വർഷൻ്റെ വാർഡനായിട്ടിരിക്കുമ്പോൾ അന്ന് MGC ഈ ഒരു സ്റ്റുഡൻറ്റിനെ അവിടെ അഡ്മിഷൻ കൊടുക്കും, ആ ഹോസ്റ്റൽ അഡ്മിഷൻ. അപ്പം ഹോസ്റ്റൽ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വാർഡൻ അന്നേരം അച്ഛനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ആ പയ്യൻ അല്പം ബഹളമൊക്കെ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് അച്ഛൻ പറഞ്ഞു അവന് കൂടെ അഡ്മിഷൻ കൊടുക്കണ്ട. ശരി, കൊടുക്കുന്നതെല്ലാം തീരുമാനിച്ചു. പക്ഷേ കോളേജ് തുറന്നപ്പം കോളേജിലെ വിദ്യാർത്ഥികൾ അവന് അഡ്മിഷൻ കൊടുത്തതെന്ന് പറഞ്ഞ് സമരത്തിന് വന്നു. ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അച്ഛൻ കോളേജ് ഏകദേശം 1 മാസത്തോളം കുറെ അടച്ചിട്ടു. അച്ഛൻ പറഞ്ഞ രീതിയിൽ തന്നെ അച്ഛൻ പറഞ്ഞു, എൻ്റെ ഈ കസാര പോയാലും അവന് ഞാൻ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെ തന്നെ നിന്നു. അവസാനം ആ ഒരു റെക്കൺസിലിയേഷൻ മീറ്റിങ്ങിൽ അവനെ MGOCS നമ്മുടെ അച്ഛൻ വാർഡനായിരുന്ന MGOCS അവനെ അഡ്മിഷൻ കൊടുത്തുകൊണ്ടാണ് അത് ഒത്തുതീർപ്പിലാക്കിയത്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അത് തീർന്നത്. MGOCS അവിടെ പയ്യൻ അഡ്മിഷൻ ദാറ്റ് വാസ് ഇൻ 1978 അന്നും എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ സ്കൂൾ ലെവലിലോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരിക്കും. അപ്പം ഇനി നമ്മുടെ ഈ ലവേഴ്സ് ഡേയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ലവേഴ്സ് ഡേ ഒന്നിച്ച് നിന്ന് 2 ഫാമിലി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് വടത്തിൽ ഇട്ടു അതുപോലെ തന്നെ എന്നാൽ വേറെ രണ്ട് ഫാമിലി ഇട്ടുണ്ട്. സന്തോഷം ലാലേസ് ഒരേ ക്ലാസ്സിൽ പഠിച്ചു. ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കുക. എല്ലാവരും കൂടെ 1-2 മിനിറ്റ് മതി. നമുക്ക് 8:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ മീറ്റിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു അഡ്വോക്ക് കമ്മിറ്റി പോലെ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് എടുക്കണം. അതും കൂടെ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമാണ്. ഇനി ഞാൻ ഐ വിൽ കോൾ പ്രൊഫസർ ഡോക്ടർ ഉമ്മൻ വർഗീസ് ടു സേ a few words. വൈദിക ശ്രേഷ്ഠരെ, അധ്യാപക ശ്രേഷ്ഠരെ, ഇത് രണ്ടുമല്ലാത്ത ശ്രേഷ്ഠത. ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചതല്ല. എന്നാലും CMSനെ പറ്റി ഓർക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിൽ കൂടെ കടന്നു വരുന്നുണ്ട് പറയാനായിട്ട്. ഞാൻ 1-2 കാര്യം പറഞ്ഞു നിർത്താം. CMS കോളേജ് എനിക്ക് അവിടെ പഠിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയത് മറ്റൊരു ദൈവാനുഗ്രഹമായിട്ട് വരുന്നു. കാരണം അത്ര പ്രഗത്ഭരായ അധ്യാപകരും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ കരിയറിനെ ഒക്കെ മോൾഡ് ചെയ്യാനായിട്ട് അത് സഹായിച്ചു. എൻ്റെ അധ്യാപികയായിരുന്നു സക്കറിയ സാറിൻ്റെ സഹധർമ്മിണി
CC ടീച്ചർ, എന്നെ ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചറാണ്. ഞാൻ പിന്നെ ഫിസിക്സാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ 1986 അന്ന് മുതലേ സാറിനെ വളരെയധികം പരിചയമുണ്ടായിരുന്നു. സെക്രട്ടറി സാർ റോയ് സാറിനെ എനിക്ക് നേരിട്ട് അന്ന് പരിചയമില്ലായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ സാറും റജി സാറും കൂടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണുവാനും അന്നൊരു ഞങ്ങളൊരു മീറ്റിംഗ് രവി വർഗീസ് സെന്ററിൽ ഞങ്ങളെല്ലാം കൂടെ ഒരു മീറ്റിംഗ് ഇവിടെ കൂടുകയും പലരും അന്ന് വളരെയധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനൊരു തുടക്കം സാർ നേതൃത്വത്തില്ല ഇതൊരു ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങാനായിട്ട് അത് അതിന്റെ ഇത് കുറിച്ചതിന് അതിന്റെ തുടക്കം കുറിച്ചതിന് സാറിനോട് പ്രത്യേകം നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ ഞാൻ 1986 മുതൽ 91 വരെയാണ് അവിടെ പഠിച്ചത്. BSc ഫിസിക്സ്, MSc ഫിസിക്സ്. അതിനുശേഷം അവിടെ റിസർച്ചിന് ജോർജ് സുദർശൻ സെന്ററിൽ റിസർച്ചിന് ജോയിൻ ചെയ്തെങ്കിൽ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പല തവണയായിട്ട് കോളേജിൽ. ഞാൻ ആദ്യം വരുന്നത് ഓർക്കുന്നു 1996 ഞങ്ങൾ ഒരു റാലി സൈക്കിൾ ഉണ്ട്, അതിലാണ് വരുന്നത്. വരുമ്പം അന്ന് വലിയ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ട്, അത് നിറച്ചും സൈക്കിൾ. അപ്പൊ ഞാൻ 91 MSc കഴിയുന്ന സമയത്തേക്ക് ഈ സൈക്കിളെല്ലാം അങ്ങ് ഡിസപ്പിയർ ചെയ്തു. പിന്നെ ബൈക്കുകൾ, പിന്നെ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ സൈക്കിളെ വരുന്നുണ്ട്. ഒറ്റ സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത്, എൻ്റെ സൈക്കിൾ മാത്രമാണ് ആ സ്റ്റാൻഡിൽ, ബാക്കിയെല്ലാം ബൈക്കുകൾ. അപ്പൊ എന്നെ സ്റ്റുഡൻസ് സൈക്കിളെ വരുന്ന സാറെന്നാണ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ചേഞ്ച്. അത് കഴിഞ്ഞ് പിന്നീട് കാറും സ്കൂട്ടറൊന്നും ഇതിനകത്ത് കമേഴ്സിനകത്ത് കയറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇവിടെയുള്ള മിക്കവാറും എല്ലാവരും പഠിച്ച സമയത്ത് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പ്രീ ഡിഗ്രി ആയാലും ആ കോളേജിന്റെ അന്തരീക്ഷം ശരിയായിട്ട് നിലനിർത്തിയെന്നുള്ള ഒരു വിശ്വാസക്കാരനായിരുന്നു ഞാൻ. അതിന്റെ മുഴുവൻ ഒരു ബ്യൂട്ടി ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച ബിസിനസ്സിലാണെങ്കിൽ CMSലെ ആ ഒരു കൂട്ടായ്മ പ്രീ ഡിഗ്രി മുതൽ MSc വരെയുള്ളവരുടെ കൂട്ടായ്മ ഇവിടെ നന്നായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇപ്പം സിംസിന്റെ പ്രിൻസിപ്പലിന്റെ അഡ്വൈസറി ബോർഡിൽ ഈ ഇടയ്ക്ക് പങ്കെടുത്തപ്പോഴത്തേനാണ് ഈ അക്രഡിറ്റേഷന്റെ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ഇപ്പം ഒത്തിരി ചലഞ്ചസ് കോളേജ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേകമായിട്ട് സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല ക്വാളിറ്റി, സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി, അവർക്ക് ജോലി, ഇതൊക്കെയാണ് അക്രഡിറ്റേഷന് ഇത് ചെയ്യുന്നത്. ഫണ്ടിങ്, റിസർച്ച് ഫണ്ടിങ് കൊണ്ടുവരണം. ടീച്ചേഴ്സിന്റെ റിസർച്ച് അവർ PhD ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അക്രഡിറ്റേഷന് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി CMS ഇപ്പം പ്രിൻസിപ്പലും തിയറികളും വളരെയധികം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ബോർഡിന്റെ റോയ്സാൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ സിലബസും കാര്യങ്ങളും എല്ലാം ഈ വർക്ക് ലോഡ്, ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡ് ബേസ്ഡ് ആണ്. അപ്പം അതിനൊരു ചേഞ്ച് ഇതുവരെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും കോളേജസിലും ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പം പുതിയ പ്രിൻസിപ്പൽ ഇടയ്ക്ക് ചർച്ചെടുക്കുന്നവർ എല്ലാവരും കൂടെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ, എൻ്റെ നമ്പർ റാങ്കിങ് നന്നാക്കാനും അതുപോലെ കോളേജിനെ ഒരു ബെസ്റ്റ് ടോപ്പ് കോളേജസ് ആയിട്ട് അക്രഡിറ്റേഷൻ്റെ നിലയിൽ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നമ്മുടെ എല്ലാം സാധാരണ പല രീതിയിൽ ഫിനാൻഷ്യലായിട്ട് മാത്രമല്ല ഞാൻ പറഞ്ഞ ഈ അല്ലാതെ തന്നെയുള്ള അഡ്വൈസും സപ്പോർട്ടും എല്ലാം അലുമിനിയുടെ വളരെ ആവശ്യമുണ്ട്. അപ്പം എനിക്കൊന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെല്ലാം സഹായമായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ